1.5 കിലോ ചിക്കൻ നന്നാക്കിയതുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ചേർക്കാനുള്ള കൂട്ട് മഞ്ഞൾപ്പൊടി 2 സ്പൂണിന് നമ്മൾ 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അത് ഈ സ്പൂണിനാണ് 2 സ്പൂൺ ചേർക്കണം. അതിന് വലുതാണെങ്കിൽ 1 സ്പൂൺ ചേർത്താൽ മതി. 1 ടീസ്പൂൺ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് ഗരം മസാല, ഇത് ഗാർലിക് ജിഞ്ചർ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച മിക്സാണിത്. അതൊരു 2-3 സ്പൂൺ ചേർത്താൽ അത്ര നല്ലതാണ്. പിന്നെ അത് ഗരം മസാല, ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല പൊടിച്ചത്, ചിക്കൻ മസാല പാക്കറ്റ് കിട്ടുന്നതാണ്. ഈസ്റ്റേൻ്റെ ആണ് ഇപ്പം നമ്മൾ ചേർത്തേക്കണേ. പിന്നെ ഇതിന് 1 സ്പൂണ്, ഈ സ്പൂണിന് 1 സ്പൂണ് കുരുമുളക് പൊടി നമ്മൾ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിയാപ്പില, നിങ്ങളുടെ ആവശ്യത്തിനുള്ള കരിയാപ്പില. പിന്നെ 1 സ്പൂൺ ഉപ്പും ചേർത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ചിലർക്ക് ഉപ്പ് കുറച്ച് ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം. ഉപ്പ് പിന്നെ കുറച്ച് മിൽക്ക് 2 സ്പൂൺ നമ്മൾ തേങ്ങാപ്പൊടി പൊടിച്ച് തേങ്ങാപ്പൊടിയാണ് ചേർത്തേക്കണം. ഇവിടെ തേങ്ങ ഫ്രഷ് അധികവും ഞാനിപ്പോൾ UK ഫ്രഷ് അധികം കിട്ടാൻ പാടായതുകൊണ്ട് നമ്മൾ പൊടി മേടിച്ചാണ് അധികം നമ്മൾ ഉപയോഗിക്കുന്നത്. തേങ്ങാപ്പൊടി ചേർക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കും, അങ്ങനെയാണ്. ഇപ്പം നമ്മളിത് പൊടിയാണ് ഇട്ടുന്നത്. 2 സ്പൂൺ തേങ്ങാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടി നമ്മൾ ശരിക്കും ഇങ്ങനെ മിക്സ് ചെയ്യും. ഇതിനകത്തിട്ട് തന്നെ ഒന്നിച്ച് മിക്സ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഒന്നിച്ച് മിക്സ് ചെയ്ത് ചേർത്താൽ എല്ലാം ഒന്നിച്ച് ആവും. ചിക്കനിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇത് പല സ്ഥലത്തും പലതായിട്ട് കൂടും. ഇത് ഒന്നിച്ച് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ഇതിങ്ങനെ നമ്മൾ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മിക്സ് ആക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കും. ഓവനിൽ വെക്കാനുള്ളതായതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിരിക്കുന്നപ്പം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അല്പം ഓയിൽ ചേർത്തത് നല്ലതായിരിക്കും, അതിന് ചിക്കന് ടേസ്റ്റ് കൂടും. ഇത് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വെച്ചാൽ വളരെ ബെസ്റ്റായിരിക്കും. കൂടുതലുമായിട്ട് എല്ലാം ചേരും, പിടിച്ച് എല്ലാം നല്ല ടേസ്റ്റായിട്ട് വരും. വേണമെങ്കിൽ മൈക്രോവനിൽ ഒരു 17 മിനിറ്റോ 20 മിനിറ്റോ 15 മിനിറ്റോ നമുക്ക് ഇഷ്ടാനുസരണം വെച്ചാൽ, ഇത് 15 മിനിറ്റ് വെച്ചാൽ ഇത് മൈക്രോവനിലും കുക്ക് ചെയ്യാം. ഈ ഓവൻ, അടുപ്പിൻ്റെ അടിയിൽ ഈ ഓവൻ ഇല്ലാത്തവർക്ക് ഈ ഓവനിൽ കുക്ക് ചെയ്യാനും നമുക്ക് ഇത് KFC ചിക്കൻ അല്ലെങ്കിൽ മക്ഡൊണാൾഡ് ചിക്കൻ മാതിരിയൊക്കെ വരും. ഇതിനകത്ത് ഓവനിൽ കുക്ക് ചെയ്യാനും നമ്മൾ ഈ ഓവനിൽ നമ്മൾ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ 25 മിനിറ്റോ നമ്മൾ ഇഷ്ടാനുസരണം ടെമ്പറേച്ചർ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ 150 ഡിഗ്രിയിൽ ഇതിനകത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു 20 മിനിറ്റ് വെച്ചാൽ മതി. 20 മിനിറ്റ് വെച്ചോ അല്ലെങ്കിൽ 25 മിനിറ്റ് വയ്ക്കുകയോ ചെയ്യാം. ചിലതിൽ പെട്ടെന്ന് ആവില്ലാത്തതിൽ നമ്മൾ 25 മിനിറ്റ് വയ്ക്കും. ഇതിപ്പോൾ നമ്മൾ 25 മിനിറ്റ് കുക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടാവും. ഒക്കെ ഒന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ മുരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ചിക്കൻ ശരിക്കും വെന്തേക്കണമാണ്, ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി. അതിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക, അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിനകത്തോട്ടൊന്ന് മുരിച്ചെടുക്കാൻ വേണ്ടി. ഈ വറുത്ത് വെച്ചതാണ്. ഇത് നമ്മൾ വേവിച്ച് വെച്ചതിനാണ്, ഒന്ന് മുരിയാൻ വേണ്ടി മാത്രം ഇടുന്നോളൂ. അതിന് എല്ലാ സ്ഥലത്തും വെളിച്ചെണ്ണ ഒന്ന് പിടിച്ച് മുരിയാൻ വേണ്ടിയാണ്. നന്നായിട്ട് വെന്ത ചിക്കനാണ്. നമ്മൾ ശരിക്കും മുരിഞ്ഞിട്ടുണ്ട്, നമ്മൾ കോരിയെടുക്കണം. വേണ്ട, നല്ല സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ എണ്ണ ഞാൻ ചരിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് പാത്രത്തിലേക്ക് ഇടുകയാണ്.
നന്നായിട്ട് മുരിഞ്ഞ് ഉണ്ടാകും. സൂപ്പർ ഫൈനായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.